മറ്റൊരു പ്രധാന വാർത്ത മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് SFIO അന്വേഷണം ചോദ്യം ചെയ്ത് CMR നൽകിയ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. നേരത്തെ കോടതി ഹർജി പരിഗണിച്ചുവെങ്കിലും SFIO ആവശ്യപ്രകാരം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, SFIO അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന നമുക്കറിയാം ഷോൺ ജോർജിന്റെ ഹർജിയുടെ പുറത്താണ്. സമയക്രമമൊക്കെ ഉണ്ടായിരുന്നു റിപ്പോർട്ട് സമർപ്പിക്കാനും മറ്റും. എന്താണ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് ഈ വിഷയം പരിഗണിക്കുമ്പോൾ പ്രധാനമായും കാണുക? ഒപ്പം പിണറായി വിജയനും മകൾക്കും എത്രത്തോളം പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിന്ന്? രഞ്ജിത്തെ, ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്നത് SFIയുടെ അന്വേഷണം ചട്ടവിരുദ്ധമാണ് എന്നുള്ള CMRLന്റെ വാദമാണ്. CMRL പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത് SFIയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയമല്ല, നേരത്തെ ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ വിഷയമാണ്. ഇങ്ങനെ തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ പിന്നീട് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ഒരു ഏജൻസി പരിശോധിക്കുകയും ആ പരിശോധനയ്ക്ക് ശിക്ഷ നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണത്തിന് വിഷയം വരുന്നില്ല. അത് സീരിയസ് ഫ്രോഡിന്റെ പരിധിയിലും ഇത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ SFIയുടെ അന്വേഷണം ഈ വിഷയത്തിൽ വേണ്ട എന്നുള്ള നിലപാടാണ് CMRL സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ഈ അന്വേഷണം തുടരാം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ അന്വേഷണം തുടരുന്നത് ചട്ടവിരുദ്ധമാണ്. SFIയുടെ അന്വേഷണത്തിന് ഒരു നിശ്ചിത മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചിരുന്നു. അപ്പോൾ SFIയുടെ ആവശ്യപ്രകാരമാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇത് കേരളത്തെ സംബന്ധിച്ച് നിർണായകമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് CMRL മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട കേസാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായി ഇതിന് പ്രാധാന്യം കൈവരുന്നത്. തീർച്ചയായും SFIO കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ഇന്നുണ്ടാകും. രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യമുള്ള ഒരു കേസാണത്. പ്രധാനപ്പെട്ടതായും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഒരു അന്വേഷണം ഇപ്പോൾ SFIയുടെ അന്വേഷണം ഒരു സമയപരിധിയൊക്കെ ഉണ്ടായിരുന്നല്ലോ കിരൺ, അതിപ്പോൾ ഏത് ഘട്ടത്തിലാണ്, ഏതൊക്കെ തലത്തിലാണ് പുരോഗമിക്കുന്നത്? ചോദ്യം ചെയ്യൽ വീണ വിജയൻ അടക്കം ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയും ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തെ, ഈ വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. SFIക്ക് നിശ്ചിത കാലപരിധിക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ള കോടതി നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിലും ആ വേഗതയിൽ അന്വേഷണം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ CMRL ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത് അന്വേഷിക്കാൻ SFIയുടെ അന്വേഷണ പരിധിയിലേക്ക് വരുന്ന വിഷയമല്ല, ഇത് ആദായ നികുതിയുടെ ഇൻട്രീം സെറ്റിൽ ബോർഡ് ഈ വിഷയം പരിശോധിക്കുകയും ഇതിലെ തെറ്റ് കണ്ടെത്തി അതിന് അധിക തുക അടയ്ക്കേണ്ടത് സംബന്ധിച്ച ഉത്തരവിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു വിഷയമാണ് ഇത്. അധികമായി പിഴ അടയ്ക്കേണ്ട വിഷയമാണ്. അതിന് ഏതെങ്കിലും സീരിയസ് ഫ്രോഡുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇത് SFIയുടെ അന്വേഷണ പരിധിയിൽ വരില്ല എന്നുള്ള വാദമാണ് CMRL പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിലും ഈ വിഷയം ചൂണ്ടിക്കാട്ടി തന്നെയാണ് അവർ ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയിലാണ് കഴിഞ്ഞ ദിവസം SFIO തങ്ങൾക്ക് മറുപടി നൽകാൻ കൂടുതൽ സമയം വേണം എന്നതുകൂടി കണക്കിലെടുത്താണ് അവർ സമയം മാറ്റി ചോദിച്ചത്. അതിൻ്റെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ സമയം മാറ്റി നൽകിയിരിക്കുന്നത്. ഇന്നാവും സ്വാഭാവികമായും SFIയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണം ഏറ്റെടുത്തതെന്ന് സംബന്ധിച്ച് കോടതിയെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ കേസ് മറ്റൊരു തരത്തിലേക്ക് കൂടി മാറാൻ സാധ്യതയുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കേസിൽ CMRL മാസപ്പടി തുക നൽകി എന്ന് പറയുന്ന കമ്പനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയാണ്. അതുകൊണ്ടാണ് ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്. അതല്ല, മറിച്ചാണ് തീരുമാനം ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായും വലിയൊരു ആശ്വാസമാണ്, രാഷ്ട്രീയമായും വലിയൊരു ആശ്വാസമാണ്. ഇത്തരമൊരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നില്ല. അത് നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് മാത്രമായി ആ മാസപ്പടി കേസ് മാറുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു അന്വേഷണം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അതിൽ ഇന്ന് കോടതിയുടെ നിലപാട് എന്താണ്, കോടതി ഏതൊക്കെ തരത്തിൽ ഇതിനെ പരിഗണിക്കും എന്നുള്ളതും കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന്.